ഇവൻ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തെങ്കിലും ഫോട്ടോയിൽ അവൾ വേറെ ഡ്രസ്സ് ധരിച്ചതാണ് കണ്ടത്. തൊട്ടടുത്ത നിമിഷം പൗല ഒരു ഫർ കോട്ടണിഞ്ഞ് ഫോട്ടോയിലെ പോലെ ജനലരികിൽ വന്നു നിന്നത് അവരെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് പൗല വാതിലിന്റെ ചിത്രമെടുത്തപ്പോൾ ജയിലിലുള്ള അവളുടെ സഹോദരൻ വാതിൽ തുറന്നുവരുന്നതാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ അവൻ ജയിൽ ചാടി അതേപടി അവിടെ എത്തി. ഈ ആന്റി ക്യാമറയ്ക്ക് 5 മിനിറ്റ് ശേഷമുള്ള ഭാവി പ്രവചിക്കാനാകുമെന്ന് മനസ്സിലാക്കിയ മൂവരും പണം വാർ ഡെസ്റ്റിനേഷൻ റേസ് ട്രാക്കിലേക്ക് തിരിച്ചു. ക്യാമറ സ്കോർബോർഡിലേക്ക് തിരിച്ചെടുത്ത ഫോട്ടോയിൽ 6-ാം നമ്പർ കുതിര ജയിക്കുമെന്ന് കണ്ട ചേസ്റ്റർ അതിൽ പണം വയ്ക്കുകയും അവർ വിജയിക്കുകയും ചെയ്തു. അടുത്ത റൗണ്ടുകളിലും ഇതേപടി അവർ വന്തുക വാരി. മുറിയിൽ വന്ന് ഭാവി സ്വപ്നം കാണുന്നതിനിടയിൽ പ്ലേറ്റുകൾ മാറ്റാൻ വന്ന ഹോട്ടൽ ജീവനക്കാരൻ ഈ ക്യാമറയിൽ ആകെ 10 ഫോട്ടോകളെ എടുക്കാനാകൂ എന്ന് അതിലെ നിർദ്ദേശങ്ങൾ നോക്കി പറഞ്ഞു. 8 ഫോട്ടോകൾ കഴിഞ്ഞതിനാൽ ഇനി 2 ചാൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. വീണ്ടും റേസ് ട്രാക്കിലേക്ക് പോകണമെന്ന് ചേസ്റ്ററും സൂക്ഷിച്ചു വെക്കാമെന്ന് പൗലയും കാസിനോയിലേക്ക് പോകാമെന്ന് സഹോദരനും പറഞ്ഞ് ക്യാമറയ്ക്കായി വഴക്കിടുന്നതിനിടയിൽ അബദ്ധത്തിൽ ഷട്ടർ അമർന്നു. കിട്ടിയ ഫോട്ടോയിൽ പൗല ഭയന്ന് നിലവിളിക്കുന്നതായിരുന്നു രൂപം. തൊട്ടുപിന്നാലെ ചേസ്റ്ററും സഹോദരനും തമ്മിലുള്ള പിടിവലിയിൽ രണ്ടുപേരും ജനലിലൂടെ താഴേക്ക് വീണപ്പോൾ പൗല ഫോട്ടോയിലേതുപോലെ തന്നെ നിലവിളിച്ചു. ഓർമ്മയ്ക്കായി പൗല ജനലിന് പുറത്തേക്ക് നോക്കി അടുത്ത ഫോട്ടോയും എടുത്തു. ഈ സമയം വീണ്ടും വന്ന ജീവനക്കാരൻ മേശയിലെ പണം മുഴുവൻ എടുത്തു തുടങ്ങി. പോലീസിനെ വിളിക്കുമെന്ന് പൗല ഭീഷണിപ്പെടുത്തിയെങ്കിലും സഹോദരനെ ഒളിപ്പിച്ച കുറ്റം അവൻ ഓർമ്മിപ്പിച്ചതോടെ അവൾക്ക് വഴങ്ങേണ്ടി വന്നു. എന്നാൽ പൗല ഒടുവിലെടുത്ത ഫോട്ടോ നോക്കിയ ജീവനക്കാരൻ താഴെ 2 പേരല്ല ഉള്ളതെന്ന് പറഞ്ഞത് കേട്ട് ജനലിലേക്ക് ആഞ്ഞു നോക്കിയ പൗലയും അബദ്ധത്തിൽ താഴേക്ക് വീണു. ഒടുവിൽ ആ വെളിച്ചത്തിൽ ഫോട്ടോ വീണ്ടും സൂക്ഷിച്ചു നോക്കിയ ജീവനക്കാരൻ താഴെ മരിച്ചുകിടക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തം മുഖവും കണ്ടു ഞെട്ടി.